ഒരു പുതിയ വണ്ടി PDA ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് 8 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ഒരു ടാറ്റ നെക്സോൺ ആണ്. ഈ വാഹനം നമ്മുടെ ഒരു ആർമി ഉദ്യോഗസ്ഥൻ്റെ ആണ്. അദ്ദേഹം പറഞ്ഞത് പ്രകാരം ഞാൻ പോയി ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പുള്ളി എന്നോട് കൺസേൺ പറഞ്ഞില്ല. ഇന്ന കാര്യങ്ങളൊക്കെ ദിലീപ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതെല്ലാം ചെക്ക് ചെയ്ത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ അന്നേരം തന്നെ പുള്ളിക്ക് വാട്സപ്പ് വഴി ഞാൻ ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. വണ്ടി നല്ല ഫ്രഷ് പീസ് വണ്ടിയാണ്. 2025 മോഡൽ ജനുവരി ടയർ തന്നെയാണ് വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. വാഹനത്തിന് ആ ഒരു ഫ്രഷ്നെസ് മാറാതെ തന്നെ ആ ഒരു നീറ്റ്നെസ് വാഹനത്തിനകത്ത് നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് KVR ടാറ്റ കാസർഗോഡ് ഷോറൂമിൽ നിന്നാണ് ഞാൻ വണ്ടി നോക്കിയത്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. നല്ല രീതിയിൽ കസ്റ്റമറെ ഡീൽ ചെയ്ത, എൻ്റെ ക്ലയൻസിനെ ഡീൽ ചെയ്ത ഒരുപാട് അനുഭവങ്ങൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ഒരു കൺസേൺ ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ 2025 മാനുഫാക്ചറിങ് വാഹനമാണ്. 2024 ഗ്ലാസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചില കസ്റ്റമേഴ്സിന് അതൊരു കൺസേൺ ആയിട്ട് കണക്കാക്കും. അപ്പോൾ അത് ഞാൻ എൻ്റെ ക്ലയൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. ആൾക്ക് ഇപ്പോൾ പ്രശ്നമില്ല, അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, അതൊരു പ്രശ്നമല്ലല്ലോ എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞതിൻ്റെ പ്രകാരം അതുമായി മുന്നോട്ടേക്ക് പോയി. അപ്പം ആ ഒരു കാര്യം ഒഴികെ ബാക്കി കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ബാക്കി വണ്ടി കണ്ട ശേഷം ബാക്കി പേയ്മെൻറ്റും കാര്യങ്ങളും കൊടുത്ത് ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ്